الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بنفسي بتقوى الله وقد قال الله تعالى في القرآن العزيز أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال الله أيضا بسم الله الرحمن الرحيم تلك حدود الله ومن يطع الله ورسوله ليدخله جنات تجري من تحتها الأنهار خالدين فيها ذلك الفوز العظيم ومن يعص الله ورسوله ويتعد حدوده يدخله النار خالدا فيها وله عذاب മുഹീൻ. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും എപ്രകാരം അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ, ജീവിതയാത്രയിൽ എപ്പോഴാണെന്നറിയാത്ത മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഏറ്റവും കൂടുതലായി നിലനിർത്തിക്കൊണ്ടും ആ മരണം നമ്മൾ ഓരോരുത്തരും കണ്ടുമുട്ടുന്ന വേള അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമവും, ഇവയെല്ലാം ഓർമ്മയിൽ ജീവിതത്തിൻ്റെ വഴികളിൽ ശരിയാം വണ്ണം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നാദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ശക്തിയായ ഭാഷയിൽ ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സമഗ്രമായ ജീവിത വിജയത്തിനും പുരോഗതിക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയെ ഏൽപ്പിച്ചതാണ് അമാനത്ത് എന്ന് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ പറഞ്ഞ വിഷയത്തിന്റെ ആമുഖം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അവ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിന്റെ മറ്റു ചില ഭാഗങ്ങൾ സ്പർശിക്കാനുള്ളത് എന്നതുകൊണ്ടാണ്.
അപ്പോൾ അമാനത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ കേവലം അതൊരു വിശ്വസ്തത എന്നോ അല്ലെങ്കിൽ നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഒരു കാര്യം എന്നുള്ള നിലയിലോ നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ. നേരെ മറിച്ച് സമഗ്രമായ ജീവിതത്തിന്റെ, സമ്പൂർണമായ ജീവിതത്തിന്റെ, അഥവാ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിന്റെ മുഴുവൻ പുരോഗതിയിലേക്കും വിജയത്തിലേക്കും നമുക്ക് നടന്നെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ തത്വസംഹിതകൾക്കാണ് അമാനത്ത് എന്ന് പറയുക. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആണായിരിക്കട്ടെ പെണ്ണായിരിക്കട്ടെ, അവന്റെ പ്രായപൂർത്തിയിലേക്ക് വരുന്ന സമയം മുതൽ പ്രത്യേകിച്ചും അവന്റെ ജീവിതത്തിന്റെ സ്വബോധത്തിൽ അവൻ നിലനിൽക്കുന്നിടത്തോളം കാലം അവന്റെ ഏറ്റവും വലിയ തേട്ടവും അവന്റെ ആഗ്രഹവും വജ്ഹി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ പ്രീതി അവൻ കാംക്ഷിക്കുക, അത് ആഗ്രഹിക്കുക എന്നതായിരിക്കും. ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കയറി ഇറങ്ങി പോകുന്ന ഏത് മേഖലയിലും, നമ്മൾ ബന്ധപ്പെടുന്ന ഏതേത് മേഖലകളിലും വിശ്വാസിയായ ഒരു അടിമ അള്ളാഹുവിന്റെ, അവന്റെ റബ്ബിന്റെ വജ്ഹ്, അതാണ് ഖുർആൻ ഉപയോഗിച്ച പദം, വജ്ഹി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ വജ്ഹ് അവർ എപ്പോഴും തേടിക്കൊണ്ടിരിക്കും, അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇതിനെ രണ്ടിനെയും മുന്നിൽ വെച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ അതിനോടനുബന്ധമായി ഖുർആൻ പറഞ്ഞ അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ നമ്മൾ അനുസരിക്കുക എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ നമ്മൾ ലംഘിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണ്. ഹുദൂദുള്ള എന്നാണ് ഖുർആൻ ഇതിനു വേണ്ടി പറഞ്ഞ പദം. തിൽക ഹുദൂദുള്ള, അത് അള്ളാഹുവിന്റെ അതിർത്തികളാണ്, അവന്റെ നിയമ അതിർവരമ്പുകളാണ് എന്ന് ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞു. ആ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. ഒരു കുടുംബം രൂപപ്പെടുന്നിടത്ത് അടിവരയിട്ട് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു, ഇതെല്ലാം അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്, അവൻ നിശ്ചയിച്ചിരിക്കുന്ന അതിർത്തികളാണ്. ആ അതിർത്തികളെ നിങ്ങൾ ഒരിക്കലും ലംഘിക്കരുത്, അതിനെ നിങ്ങൾ ഒരിക്കലും മറികടക്കരുത് എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഞാനും നിങ്ങളും ഒന്ന് ആലോചിക്കുക, അല്ലാഹു തആല നമുക്ക് വേണ്ടി നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അതിർവരമ്പുകളെ, അവന്റെ അതിർത്തികളെ നമ്മൾ അനുസരിക്കുന്നവരാണോ, അതിനേക്കാൾ ഏറെ നമ്മൾ ലംഘിക്കുന്നവരാണോ? പ്രത്യേകിച്ചും വൈവാഹിക കുടുംബ ജീവിത രംഗത്ത്. അത് ഞാൻ ചോദിക്കുന്നതിന്റെ കാരണം, നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും തീരുമാനിക്കുന്നത് ഈ അതിർവരമ്പുകളെ നമ്മൾ പാലിക്കുകയും നമ്മൾ ലംഘിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല അവൻ ഒരു നിയമത്തെ പറഞ്ഞതിനു ശേഷം അതിനെ തുടർന്നുകൊണ്ട് പറഞ്ഞ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. 4-ാമത്തെ അധ്യായമാകുന്ന സൂറത്തുൻ നിസായിലെ 12-ാമത്തെ വചനം അല്പ സുദീർഘമായ ഒരു വചനമാണ്. അത് അനന്തരാവകാശ സ്വത്ത് നിയമവുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ടതാണത്, കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും നമ്മളൊക്കെ ഈ അതിർവരമ്പുകളും ഈ അതിർത്തികളും ഒക്കെ പാലിക്കാത്തത് കൊണ്ട് കുടുംബത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വാരസ്യങ്ങളും കുടുംബത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിത്രതകളും അതിനേക്കാൾ വലിയ വഴക്കും വക്കാണവും ഒക്കെ ഈ സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളും തത്വങ്ങളും സംഹിതകളും നമ്മൾ പാലിക്കാത്തത് കൊണ്ടുണ്ടാകുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ആ വിഷയത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടാണ് പറഞ്ഞത്, തീർച്ചയായും തിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഹദ്ദാണ്, അവൻ നിശ്ചയിച്ചിരിക്കുന്ന അവന്റെ നിയമ വരമ്പുകളാണത്, അല്ലെങ്കിൽ അതിർത്തി വരമ്പുകളാണ്, അവൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന അവന്റെ നിയമ നടപടികളാണത്. അല്ലാഹു തആല പറഞ്ഞു, വമൻ യുതഇല്ലാഹ വറസൂലുഹു, ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ,
അപ്പൊ അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള, നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ള ഒരു അതിർത്തിയെ, ഒരു നിയമത്തെ, ഒരു തത്വസംഹിതയെ, ഇത് അള്ളാഹുവിന്റെ നിയമമാണ്, ഇത് അള്ളാഹുവിന്റെ അതിർത്തിയാണ്, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയിലൂടെ അവൻ നമുക്ക് തത്വമായി നിശ്ചയിച്ചു തന്ന അവന്റെ ഹുദൂദാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുവെങ്കിൽ, വറസൂലുഹു അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ ആ വിശുദ്ധ ഖുർആനിന്റെ വിവരണം എന്നോണം അതിലേക്ക് ചേർത്തും അതിലേക്ക് കൂട്ടിച്ചേർത്തും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അതിന്റെ തത്വസംഹിതകളെ ആര് അനുസരിക്കുന്നുവോ, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അദീം, അവർ പ്രവേശിക്കുന്ന ഇടമാണ് സ്വർഗം. ഖുർആൻ കൃത്യമായി പറയണേ, അവർക്കുള്ളതാണ്, അവർ പ്രവേശിക്കുന്ന ഇടമാണ് സ്വർഗം. അപ്പൊ ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക? അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ പാലിക്കുന്നവർ, അള്ളാഹുവിന്റെ തത്വസംഹിതകളെ മാനിക്കുന്നവർ, അള്ളാഹുവിന്റെ കൃത്യമായിട്ടുള്ള ഹുദൂദുകളെ ആരാണോ കൃത്യമായി പാലിക്കുന്നത്, ആരാണോ അതിനെ മാനിച്ചും അനുസരിച്ചും ജീവിക്കുന്നത്, അവര് പ്രവേശിക്കുന്ന ഇടമാണ് സ്വർഗം. ഈ അതിർവരമ്പുകളിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുകയും നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ തള്ളിക്കളയുകയും ചെയ്താൽ അങ്ങനെയുള്ള ഒരാൾ പ്രവേശിക്കുന്ന ഇടമായി ഇരിക്കുമോ സ്വർഗം? ആകാൻ സാധ്യതയില്ല. കാരണം അള്ളാഹുവിന്റെ നിയമമാണ് ഞാനും നിങ്ങളും അനുസരിക്കാൻ വേണ്ടി ബാധ്യസ്ഥരായിട്ടുള്ളത്. എനിക്കും നിങ്ങൾക്കും മുമ്പിൽ എന്തൊരു സംശയത്തിന്റെയോ ഏതൊരു സന്ദേഹത്തിന്റെയോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഒരു വെളിച്ചം കിട്ടുകയും വേണ്ടി വന്നാൽ ഞാനും നിങ്ങളും തിരിഞ്ഞു നിൽക്കേണ്ടത്, എനിക്കും നിങ്ങൾക്കും തീർച്ചയായും അവലംബിക്കാനുള്ളത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്ന ഖുർആനും പ്രവാചക ചര്യയാകുന്ന സുന്നത്തുമാണ്. അതിനനുസരിക്കാതെ, അതാണല്ലോ ഇപ്പോൾ ഞാൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആധുനിക മുസ്ലിം ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും അവർക്കിഷ്ടമുള്ളത് സ്വീകരിക്കുന്നു. അവർക്കിഷ്ടമില്ലാത്ത മേഖലകളിൽ അവർ അള്ളാഹുവിന്റെ നിയമങ്ങളും അവന്റെ അതിർവരമ്പുകളും അവർ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഉണ്ടാകുന്നതിന്റെ അനന്തരമായ ഫലം വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായമാകുന്ന സൂറ അൽ ബഖറയിലെ 85-ാമത്തെ വചനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. നിങ്ങൾ ഈ വേദഗ്രന്ഥത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് ഹദ്ദായി നിശ്ചയിച്ചിരിക്കുന്ന ചിലതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു. ബഅദ് കിതാബിൽ പറഞ്ഞ ചിലത്, അത് തൗഹീദിന്റെ വിഷയമായിരിക്കാം, അതല്ലെങ്കിൽ അത് നമസ്കാരത്തിൽ നമ്മൾ പഠിച്ചു വന്നതോ ശീലിച്ചു വന്നതോ കേട്ടുവന്നതോ ആയിട്ടുള്ള പ്രവാചക നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിരിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള വേറെ ഏതെങ്കിലും മേഖലകളായിരിക്കാം. എന്നാൽ അതേ വിശുദ്ധ ഖുർആൻ, അതേ വേദഗ്രന്ഥം നമ്മളോട് പറഞ്ഞിട്ടുള്ള വേറെ പല ജീവിതത്തിന്റെ മേഖലയിലുമുള്ള കാര്യങ്ങൾ നമ്മൾ നിരാകരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ നിരസിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ അതിനെ കളവാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വൈവാഹിക ജീവിത രംഗത്ത്, കുടുംബ ജീവിത രംഗത്ത് ഞാനും നിങ്ങളും കളവാക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്കും വായിക്കേണ്ടി വരും. ഞാനും നിങ്ങളും നമുക്ക് താല്പര്യമുള്ളതുപോലെ നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മുടെ ദേഹേച്ഛകൾ നമുക്ക് പൈശാചികമായി നല്ലതെന്ന് തോന്നിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു പിടി മേഖലകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും വേദഗ്രന്ഥത്തെ നമ്മൾ നിരാകരിച്ചുകൊണ്ടും അതിനെ നിരസിച്ചുകൊണ്ടും അതിനെ കളവാക്കിക്കൊണ്ടും അതിനെ അവിശ്വസിച്ചുകൊണ്ടും ഞാനും നിങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല പറയുകയാണ്, അത്തരം ആൾക്കാർക്ക് ഈ ദുനിയാവിൽ നിന്ദ്യതയായിരിക്കും എന്ന് അല്ലാഹു തആല പറയുന്നത്. ഫി ഹാദിഹി ദുനിയാ ഖിദിയുൻ. ഖുർആൻ എടുത്തു പറയണേ, ഈ ദുനിയാവിൽ അവർക്ക് ഈ വേദഗ്രന്ഥത്തിന്റെ ഇസ്സത്ത്, ഈ വേദഗ്രന്ഥത്തിന്റെ അനുയായികൾക്ക്, വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ അഭിമാനം, അന്തസ്, ആ പ്രതാപം അവർക്ക് കിട്ടുകയില്ല. അവർ നിന്ദ്യത അനുഭവിക്കേണ്ടി വരും. എന്താ കാരണം? അള്ളാഹുവിന്റെ ഹുദൂദിനെ, അള്ളാഹുവിന്റെ തത്വസംഹിതകളാകുന്ന, നിയമസംഹിതകളാകുന്ന അവന്റെ അതിർവരമ്പുകളെ അവർ അനുസരിക്കേണ്ട പോലെ അനുസരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട്.
അവർക്ക് ഈ ദുനിയാവിൽ നിന്നിടയായിരിക്കും. തീർച്ചയായും നാളെ പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവർ വേദനാജനകമായ ശിക്ഷയിലേക്ക്, അവർ കഠിനമായ ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും എന്ന് അല്ലാഹു തആല സൂറത്തു ബഖറയിലെ 85-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയുന്നു. അവിടെ ആ വചനം അല്ലാഹു തആല അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ഓരോ ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഓരോ സമൂഹവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഓരോ കുടുംബവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധവാനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. നമ്മുടെ കല്യാണം അല്ലാഹു തആല കാണുന്നില്ല എന്ന് വിചാരിച്ചു പോകരുത്. നമ്മൾ കാണിക്കുന്ന ആർഭാടവും, നമ്മൾ കാണിക്കുന്ന ധൂർത്തും, നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പൊങ്ങച്ചവും, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തകാസുരിയത്തിന്റെ വർത്തമാനവും അല്ല കേൾക്കുന്നില്ല, അല്ല കാണുന്നില്ല, അല്ല അശ്രദ്ധവാനാണ് എന്ന് വിചാരിച്ചു പോകരുത്. അല്ലാഹു തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് എന്ന് വിശ്വാസമുള്ള ഒരു അടിമയാണ് ഞാനും നിങ്ങളുമെങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. അല്ലാഹു തആല അവന്റെ ഗ്രന്ഥത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി നിശ്ചയിച്ചു തന്നിട്ടുള്ള ഹുദൂദുകൾ ഏതേത് മേഖലകളിൽ എപ്രകാരമാണോ അത് ഞാൻ അനുസരിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കുക. അതിനെ ഞാൻ ഉൾക്കൊള്ളുമെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുക. അത് സ്വീകരിക്കാനുള്ളതാണ്, അത് അനുസരിക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കാണിച്ചു തന്ന മാതൃകകൾ, അവിടുന്ന് പഠിപ്പിച്ചു തന്ന ലാളിത്യങ്ങൾ, അവിടുന്ന് കാണിച്ചു തന്നിട്ടുള്ള വിനയം, അവിടുന്ന് പ്രകടിപ്പിച്ചു തന്നിട്ടുള്ള അങ്ങേയറ്റത്തെ ആ ഇസ്ലാമിന്റെ മുഖമുദ്രയാകുന്ന അതിന്റെ ലാളിത്യം, അത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും, എന്ന് അനുസരിക്കുക തന്നെ ചെയ്യും എന്ന് തീരുമാനിക്കുന്നുവോ അവർക്കുള്ളതാണ് യുദ്ഖിലുൽ ജന്ന. അവരാണ് ആ സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിക്കുന്നവർ. അവരതിന് ശാശ്വതവാസികളാണ്. മഹത്തായ വിജയം വരിക്കുന്നവർ അവരാണ് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, എന്നാൽ വമൻ യഅസില്ലാഹ വറസൂലഹു, എന്നാൽ ആര് അള്ളാഹുവിന്റെ ഹുദൂദുകളെ, അവൻ നിശ്ചയിച്ച അതിർവരമ്പുകളെ, അവൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അതിർത്തികളെ ആര് അതിനോട് ധിക്കാരം കാണിക്കുന്നുവോ, അള്ളാഹുവിനോട് എതിർ പ്രവർത്തിക്കുന്നുവോ, വറസൂലഹു അവന്റെ ദൂതനോടും ആര് എതിർ പ്രവർത്തിക്കുന്നുവോ, അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന അതിർവരമ്പുകളെ ആര് ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോകുന്നുവോ, ആര് അതിനെ അതിർ കടന്ന് അപ്പുറത്തേക്ക് പോകുന്നുവോ, യുദ്ഖിൽഹു നാറ അവൻ പ്രവേശിക്കേണ്ട ഇടം നരകമാണ്. അവൻ പ്രവേശിക്കേണ്ട ഇടം നരകമാണ്. അള്ളാഹ് കൃത്യമായി പറയണേ. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആരാണ്? നരകത്തിൽ പ്രവേശിക്കുന്നവർ ആരാണ്? അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചോ, നമ്മൾ അതിനെ മാനിക്കില്ല എന്ന് തീരുമാനിച്ചോ, അതെല്ലാം കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചും, അതെല്ലാം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന വിശാലതകൾക്കനുസരിച്ചും, നമ്മുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്കനുസരിച്ചും ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ പൊളിച്ചെഴുതേണ്ടിയിരിക്കുന്നു. ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന പല വിധത്തിലുമുള്ള പല സംഗതികളും അതെല്ലാം കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയാതെ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തികളിലൂടെ നമ്മൾ ഈ ലോകത്തിന്റെ മുന്നിലേക്ക് വരച്ചു കാണിക്കുന്നുണ്ട് എങ്കിൽ അവര് പോയി കിടക്കേണ്ട ഇടം നരകമാണ് എന്ന് അല്ലാഹു തആല പറയാം. അപ്പൊ വിവാഹ രംഗത്ത് യാതൊരു വിധത്തിലുമുള്ള നിയമങ്ങളില്ലേ അള്ളാഹ്ക്ക്? കുടുംബരംഗത്ത് യാതൊരു വിധത്തിലുമുള്ള നിയമങ്ങളില്ലേ അള്ളാഹുവിന്? ഉണ്ടല്ലോ, ഒരുപാട് ആയത്തുകളുണ്ടല്ലോ, ഒരുപാട് അധ്യാപനങ്ങളുണ്ടല്ലോ, ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. ഇത് നമുക്ക് പാലിക്കാനുള്ളതല്ലേ? ഞാൻ ഈ വിഷയത്തെ നീട്ടിവലിച്ചു കൊണ്ടുപോകില്ല. നമുക്ക് പാലിക്കാനുള്ളതല്ലേ? ഞാനും നിങ്ങളും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വർഗീയ ആരാമത്തിൽ എന്റെയും നിങ്ങളുടെയും ചാരത്തിരിക്കാൻ നമ്മുടെ ഇണകൾ വേണ്ടേ? നമ്മളോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ മക്കൾ വേണ്ടേ? നമ്മളോടൊപ്പം കൂട്ടുകൂടാൻ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ വേണ്ടേ? ആര് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അധ്യാപനങ്ങളാകുന്ന അവരുടെ നിയമ നടപടികളെ, അവരുടെ ഹുദൂദുകളെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാക്കണം. ലാളിത്യത്തിലേക്ക് തിരിച്ചു വരണം നമ്മുടെ വിവാഹങ്ങള്, ആദർശബോധത്തിലേക്ക് തിരിച്ചു വരണം നമ്മുടെ മക്കള്.
അല്ലെ? അങ്ങ് ആലോചിച്ച് നോക്ക്. ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരിയെ ഉപദേശിച്ചിട്ട് പറഞ്ഞു, സൂക്ഷിക്കണം കേട്ടോ, ഇന്നഹു നാറുക്കി വജന്നതുക്കി, നിന്റെ കൂടെ ജീവിക്കുന്ന നിന്റെ ഇണ ഒന്നുകിൽ നിന്റെ നരകമാണ് അല്ലെങ്കിൽ നിന്റെ സ്വർഗമാണ്. രണ്ടാലൊന്ന് തീരുമാനിക്കുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇണകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗം വാങ്ങിത്തരുന്ന ഒരു ഇണയെ എനിക്കും നിങ്ങൾക്കും സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ അവൾ വാങ്ങിത്തരുക നരകമായിരിക്കും. എന്റെയും നിങ്ങളെയും കൂടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്ന നമ്മുടെ മകൾക്ക് വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കുന്ന പുതിയാപ്പിള അവൾക്ക് സ്വർഗം വാങ്ങി കൊടുക്കാൻ വേണ്ടി സന്നദ്ധമാകുന്ന, അതിന് യോഗ്യതയുള്ള ഒരു പുതിയാപ്പിള അല്ലെങ്കിൽ പിന്നെ അവൾക്ക് വാങ്ങി കൊടുക്കുക നരകമായിരിക്കും. പ്രവാചക തിരുമേനിയുടെ എത്രയോ ഉപദേശങ്ങളും എത്രയോ ഉത്ബോധനങ്ങളും ആ വിഷയത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, ഒരാളുടെ ഹൈരിയത്ത് എല്ലാം ഏറ്റവും കൂടുതൽ പ്രകടമാകേണ്ടത് അവരുടെ സ്ത്രീകളുടെ അടുത്തായിരിക്കണം എന്നാണ് പ്രവാചക തിരുമേനി പറയുന്നത്. ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് വർത്തമാനകാല ലോകത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളും മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ എത്ര അന്തരമായി പോയിരിക്കുന്നു, എത്രയോ വിദൂരത്തായി പോയിരിക്കുന്നു നമ്മളും നമ്മുടെ ആദർശവും എന്ന് പരിതപിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വർത്തമാനം പറഞ്ഞു തുടങ്ങുന്നിടത്ത്, ഫോൺ ചെയ്ത് തുടങ്ങുന്നിടത്ത്, നിക്കാഹിന് ശേഷം വീട് കൂടുന്നതിന് മുമ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എത്രയോ വാർത്തകൾ, എൻഗേജ് കഴിഞ്ഞിട്ട് ഉറപ്പിച്ചു വെച്ച വിവാഹങ്ങളെ അത് 1 മാസമോ അല്ലെങ്കിൽ 15 ദിവസമോ ഫോൺ ചെയ്യുമ്പോഴേക്കും പോയി കഴിഞ്ഞു, അത് വേണ്ട എന്ന് വെക്കുന്നിടത്ത്, നിക്കാഹ് ചെയ്തു വെച്ചതിന് ശേഷം വീട് കൂടുന്നതിന് മുമ്പ് അത് വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന വാർത്ത കേൾക്കുന്നിടത്ത്, വീട് കൂടിയതിനു ശേഷം 1-2 ആഴ്ചകൾക്കുള്ളിൽ അവർ തമ്മിൽ ചേരുന്നില്ല എന്ന് പറയുന്നിടത്തേക്ക് നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മളിനൊരു ഹൈരിയത്തുമില്ലാതെ നമ്മളിങ്ങനെ ഇസ്ലാമിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളുടെ ഹൈരിയത്ത് ഏറ്റവും കൂടുതൽ ആർക്കാ പ്രകടമായിട്ടത്? റസൂൽ പറയണേ, അത് നിങ്ങളെ കൂടെ ജീവിക്കുന്ന നിങ്ങളെ ഇണക്കി കിട്ടണം. സമൂഹത്തിൽ നിന്റെ സ്റ്റാറ്റസും സമൂഹത്തിൽ നിനക്കുള്ള ബാക്കിയുള്ള വിലയും നിലയുമല്ല, അതിന്റെ ഒന്നാമത്തത് കിട്ടേണ്ടത് നിന്റെ ഇണയ്ക്കാണ്. പരസ്പരം മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഖൈറു നിസാഇക്കും അല്ലത്തി തുതിഉ സൗജഹ, ഒരു പെണ്ണിൽ ഏറ്റവും നന്മ നിറഞ്ഞവൾ അവളുടെ ഭർത്താവിനനുസരിക്കുന്നവളാ. ഭർത്താവിനനുസരിക്കുന്നവളാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവളുടെ ഇണയെ അനുസരിക്കുന്നവളാ. അനുസരണം എന്ന വാക്കൊക്കെ പഴഞ്ചനായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാൻ പാടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അധ്യാപനം അത് പുരുഷാധിപത്യത്തിന്റെയും ബാക്കിയുള്ളത് കീഴാള സ്ത്രീവർഗത്തിന്റേതുമല്ലേ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് അല്ല. പുരുഷന്മാരെ ഏറ്റവും നന്നായി ചേർത്ത് പിടിക്കുന്നത്, അവരുടെ ഇണയാകുന്ന ഏറ്റവും മാന്യമായി പെരുമാറുന്നത്, ഏറ്റവും നന്നായി സംരക്ഷിക്കുന്നത്, അതുപോലെ തന്നെ കെയർ എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ അവന്റെ ചിറകിലേക്ക് ചേർത്ത് വെക്കുന്നത് അവളുടെ ഇണയെയാണ്. ഇണയാകട്ടെ ഏറ്റവും കൂടുതൽ വിധേയത്വപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നത് അവളുടെ ഇണയാകുന്ന ആ പുരുഷനെയാണ്. മഹാനായ പ്രവാചക തിരുമേനി പറഞ്ഞു, ഒരു പെണ്ണ് ഏറ്റവും നല്ലവളായി തീരുന്നത് അവളുടെ ഇണയെ അനുസരിക്കുന്നിടത്താണ്. രണ്ടാമത് റസൂൽ പറഞ്ഞു, അവന്റെ അഭാവത്തിൽ അവളുടെ മാനം അവൾ കാക്കുന്നവളാണ്. എന്നിട്ട് മൂന്നാമത് റസൂൽ പറഞ്ഞു, തന്റെ ഇണയുടെ തന്റെ കൂട്ടാളിയുടെ സമ്പത്തിനെ സംരക്ഷിക്കുന്നവളാണ്. ഇങ്ങനെ എത്രയോ വചനങ്ങൾ നമ്മൾ ഈ വിഷയങ്ങളിൽ ഇങ്ങനെ നോക്കിയാൽ ഇസ്ലാമിന്റെ അതിർത്തികളായി കൊണ്ട് ഇസ്ലാം ഖുർആനികമായി പഠിപ്പിച്ച സംഗതികളെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശദീകരിച്ച് പഠിപ്പിക്കുക. ഓരോ കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കിയാല് A to Z എന്ന് പറയുന്നത് പോലെ ഒരു ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കൃത്യമായി ഇസ്ലാം അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ അവരനുഭവിക്കുന്ന ആ ഒരു സക്കീനത്തിനെയാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമായി ഖുർആൻ പഠിപ്പിച്ചത്. നമ്മളെല്ലാ വൈവാഹിക ഹുതുബകൾക്കൊക്കെ കേൾക്കാറുള്ള സൂറത്ത് റൂമിലെ 30-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിന്റെ വിവിധ ദൃഷ്ടാന്തങ്ങളെ അവൻ വിവരിച്ച കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വെച്ച് പറഞ്ഞു തന്നു, മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ.
എന്തിനാ ലിതസ്കുനൂ ഇലൈഹ, എന്ത് വേണം അതിന്? വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. എത്ര കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞേ. എന്റെ ദൃഷ്ടാന്തമാണ്. രണ്ട് ധ്രുവങ്ങളിൽ ജനിച്ചവർ, രണ്ട് ധ്രുവങ്ങളിൽ വളർന്നവർ, രണ്ട് സംസ്കാരങ്ങളിൽ, ഇസ്ലാമിന്റെ സംസ്കാരമാണെങ്കിലും രണ്ട് കുടുംബങ്ങളിൽ അങ്ങനെ വളർന്നു വന്ന അവർ ഒന്നായി തീരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു അടുപ്പത്തിന്റെ അവർ തമ്മിൽ ചേരുന്ന ആ ഒരു കൂടിച്ചേരലിന്റെ ദൃഷ്ടാന്തം അല്ലാഹു തആല അവന്റെ വേദഗ്രന്ഥത്തിൽ ആകാശഭൂമികളുടെ ദൃഷ്ടാന്തം പോലെ, ഭാഷകളുടെ വ്യത്യസ്തങ്ങളായ ദൃഷ്ടാന്തം പോലെ, നിറങ്ങളുടെ വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ പോലെ അല്ലാഹു തആല അവന്റെ ദൃഷ്ടാന്തമായിട്ട് സൂറത്തുർ റൂമിൽ എണ്ണി പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും. നിങ്ങളുടെ വൈകാരികതയുള്ള, നിങ്ങളുടെ സ്നേഹമുള്ള, നിങ്ങളുടെ വികാരങ്ങളുള്ള, നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കാൻ കഴിവുള്ള, നിങ്ങളെപ്പോലെ തന്നെ ആലോചിക്കാൻ കഴിവുള്ള അങ്ങനെ ഒത്ത ഒരു മനുഷ്യനെ നിങ്ങളിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്കായി ഇണകളായി സൃഷ്ടിച്ചു തന്നു എന്നത് അവന്റെ ദൃഷ്ടാന്തമാണ്. എന്തിനാണ് തസ്കുനൂ ഇലൈഹ? നിങ്ങൾക്ക് പരസ്പരം ശാന്തി കണ്ടെത്തണം, നിങ്ങൾക്ക് പരസ്പരം സമാധാനം കണ്ടെത്തണം, അല്ലെ? വർത്തമാനകാല ലോകത്തിന്റെ മുന്നിൽ നിൽക്കുന്ന യുവതി യുവാക്കളോട് ശാന്തിയും സമാധാനവും ഒക്കെ അവിടെയാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, മണിക്കൂറുകളോളം ചാറ്റ് ചെയ്യുന്ന, മണിക്കൂറുകളോളം നമ്മള് ഇങ്ങനെ അവരുമായിട്ട് നമ്മൾ ചെലവഴിക്കുന്നിടത്താണോ എന്ന് ചോദിക്കുന്നിടത്ത് ഖുർആനിൽ പറയാനുള്ളത്, ഇസ്ലാമിൽ പറയാനുള്ളത്, അല്ല, നിന്റെ ഇണയിലാണ് നിനക്ക് ആ സമാധാനം കണ്ടെത്താൻ കഴിയേണ്ടത്. നിന്റെ ഇണയോടാണ് നിനക്ക് ചാറ്റ് ചെയ്യാൻ കഴിയേണ്ടത്. നിന്റെ ഇണയുമായി ഇരിക്കുമ്പോഴാണ് നിനക്ക് ആ സക്കീനത്ത് അനുഭവിക്കാൻ കഴിയേണ്ടത്. അങ്ങനെ ഖുർആൻ ആ സക്കീനത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, എന്ത് വേണം അതിന്? വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. പരസ്പര കൈമാറ്റം നടക്കണം, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഇടയിൽ പരസ്പര കൈമാറ്റം നടക്കണം. അങ്ങനെ കൂടെ പറഞ്ഞു, വജഅല ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ പരസ്പര കൈമാറ്റം നടക്കണം. വൺ വേ അല്ല, ഒരു ട്രാക്കിലൂടെ ഓടിയല്ല, രണ്ടുപേരും പരസ്പര കൈമാറ്റം നടക്കുന്ന ആ ഒരു പരസ്പര കൈമാറ്റത്തിന്റെ സ്നേഹവും കാരുണ്യവും, അങ്ങനെ ആ പരസ്പരം കൈമാറുന്നിടത്ത് നിങ്ങൾക്ക് പരസ്പര സമാധാനം കണ്ടെത്താൻ, ശാന്തി കണ്ടെത്താൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള പ്രകൃതത്തോടു കൂടി നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടു എന്നത് സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഇരുന്ന് ചിന്തിക്കുന്നവർക്ക് ഏറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ദൃഷ്ടാന്തത്തിൽ അള്ളാഹുവിന്റെ ഈ ആയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആ ആയത്ത് അവസാനിപ്പിച്ചു. ഇതെല്ലാം പരസ്പരം നടക്കേണ്ട അതിപവിത്രമായ, അതീവ ബലവത്തായ, മീസാക്കൻ ഖലീല എന്ന് ഖുർആൻ പറഞ്ഞ ആ ഒരു പാശമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും ദുർബലമായും അതിനേക്കാളേറെ ഏറ്റവും അപഹാസ്യരായും മുസ്ലിം ഉമ്മത്ത് ഈ സമൂഹത്തിന്റെ മുന്നിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു മേഖലയായി ഞാനും നിങ്ങളും വളർത്തുന്ന നമ്മുടെ മക്കളെ കുറിച്ച് പോലും നമുക്ക് ആശങ്കയും, ഞാനും നിങ്ങളും വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ പോലും നാളെ എന്താകുമെന്ന ഭയവും, അവരെവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എവിടേക്കാണ് എത്തപ്പെടുക എന്ന വലിയൊരു ചോദ്യചിഹ്നവും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എവിടേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്? നമ്മൾ തിരിച്ചു വരേണ്ടത് അള്ളാഹുവിന്റെ അതിർത്തികൾ പാലിച്ചുകൊണ്ട് മാത്രമേ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് അസ്ഥിവാരമിടുന്ന കുടുംബത്തിന്റെ അസ്ഥിവാരം മുതൽ അല്ലാഹു തആല ദാനമായി നൽകുന്ന സന്താനത്തിന്റെ ആദർശ നിഷ്ഠയോടുകൂടിയുള്ള വളർച്ച, അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് നാളെ പാരത്രിക ലോകത്ത് സ്വർഗീയ ആരാമങ്ങളിൽ ചെന്നിരിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് എത്തപ്പെടാനുള്ള അതീവമായ താല്പര്യത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു സംഗമ ഭൂമിയായി നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങൾ മാറുമ്പോൾ അവിടെ പൊങ്ങച്ചങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവൂല, അവിടെ അഹന്തകൾക്ക് സ്ഥാനം ഉണ്ടാവൂല, അവിടെ ധൂർത്തുകൾക്ക് സ്ഥാനം ഉണ്ടാവൂല. അവിടെ ആദർശത്തിന് മാത്രമേ സ്ഥാനം ഉണ്ടാകുള്ളൂ. ആ ആദർശപരമായ വിവാഹങ്ങളായിക്കൊണ്ട്, ആദർശപരമായ മാതൃകകൾ സമൂഹത്തിനും ലോകത്തിനും മുന്നിൽ കാഴ്ചവെക്കുന്ന വിവാഹങ്ങളായിക്കൊണ്ട് നമ്മുടെയൊക്കെ വിവാഹങ്ങൾ മാറും. അവിടെ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകും, അവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, അവിടെ അള്ളാഹു തആല നമുക്ക് ആ നല്ല സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ മക്കളെ നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനും
സമാധാനം കിട്ടുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ വിശേഷത്തിലും ഒക്കെയായി തീരുന്ന ഒരവസ്ഥയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അതിന്റെ ശരിയാവണ്ണം ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖും അള്ളാഹുവിന്റെ ഹുദൂദുകൾ, അവൻ നിശ്ചയിച്ചിരിക്കുന്ന അതിർവരമ്പുകൾ അള്ളാഹുവിനെ മുൻനിർത്തി അവന്റെ സ്വർഗീയ ആരാമങ്ങളെ സ്വപ്നം കണ്ടും അവന്റെ നരകമാകുന്ന കത്തിയാളുന്ന നരകാഗ്നിയെ ഭയപ്പെട്ടും അള്ളാഹുവിന്റെ ഹുദൂദുകളെ കൃത്യമായി പാലിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാകാൻ അള്ളാഹു തആല നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ, അവന്റെ നിർദ്ദേശങ്ങൾ, അവന്റെ ഹുദൂദുകൾ, അവന്റെ അതിർവരമ്പുകൾ, ഇവയെല്ലാം ശ്രദ്ധിച്ചും പാലിച്ചും അള്ളാഹുവിന്റെ വജ്ഹ് ആത്മാർത്ഥമായി കാംക്ഷിച്ചു അള്ളാഹു തആല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത് ശരിയാം വണ്ണം നിലനിർത്തിയും മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവയെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ തഖ്വാബോധത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. വർത്തമാനകാല ലോകത്ത് വലിയ പ്രയാസങ്ങളും വലിയ വെല്ലുവിളികളും ഒക്കെ നേരിടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നെല്ലാം എപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്. നാളെയോ മറ്റന്നാളോ ആയിട്ട് SIR എന്ന് പറയുന്ന പുതിയ വോട്ടേഴ്സ് ലിസ്റ്റും പുതിയ പൗരത്വവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എന്ന് പറയാവുന്ന രൂപത്തിൽ ഉള്ള വിഷയങ്ങൾക്ക് സമയം അവസാനിക്കുകയാണ്. എല്ലാ ആളുകളെയും ഓർമ്മയിൽ അത് ഉണ്ടാകണം. മഹല്ലടിസ്ഥാനത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് സഹായിക്കേണ്ടവരെയൊക്കെ സഹായിക്കാനും പരസ്പരം ഒന്ന് വിളിച്ചന്വേഷിക്കാനും പരസ്പരം ഒന്ന് ഓർമ്മപ്പെടുത്താനും സഹായിക്കപ്പെടേണ്ടവരെ സഹായിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഒരു വിഷയം, ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരും നമുക്ക് ഇഷ്ടപ്പെട്ടവരും നാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടികളും അങ്ങനെ പലരും മത്സര രംഗത്തുണ്ടാകും. നമ്മുടെ സംസാരം നമ്മുടെ ഏടുകളിലാണ് രേഖപ്പെടുത്തപ്പെടുക. അതുകൊണ്ട് സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ അരികിലേക്ക് നമുക്ക് നഷ്ടമായി തീരുന്ന, നമുക്ക് ഭാരമായി തീരുന്ന ഒരു സംസാരത്തിലും നമ്മൾ ദുനിയാവിൽ ഒരു വിഷയത്തിലും കാരണക്കാരാകാതെ നമ്മുടെ നാവുകളെ നമ്മൾ സൂക്ഷിക്കുക. മൂന്നാമത്തെ ഒരു വിഷയം, തീർച്ചയായും ബീഹാറിന്റെ ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ വന്നിട്ട് അതിനെ തുടർന്ന് വരുന്ന വിശകലനങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്വ വ്യവസ്ഥിതികളെയെല്ലാം തകിടം മറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പ്രാർത്ഥനകൾ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന, റബ്ബന ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു. അല്ലാഹുവേ, സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ കയ്യാലുള്ള എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ എന്നൊരു പ്രാർത്ഥന സൂറത്തുൽ മുംതഹിനയിൽ നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചതായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ, പടച്ചവനെ ഫിത്നകൾ ഞങ്ങളെ പിടികൂടാൻ ഇടയാക്കല്ലേ. വലിയ പരീക്ഷണങ്ങൾ, വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വലിയ പരീക്ഷണങ്ങൾ ഞങ്ങളെ പിടികൂടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ. ലില്ലദീന കഫറു, നിഷേധികളായ ഒരു കൂട്ടരെ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരീക്ഷണം നീ വെക്കല്ലേ. വഗ്ഫിർലനാ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നീ പുറത്തു തരണം, നീ ഞങ്ങളോട് മാപ്പാക്കി തരണം, നീ ഞങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നൽകണം. റബ്ബനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീയാണല്ലോ ഏറ്റവും വലിയ പ്രതാപവാനായിട്ടുള്ള, എല്ലാ കാര്യങ്ങളും യുക്തിസഹമായി ചെയ്യാൻ കഴിവുള്ളവൻ നീയാണല്ലോ എന്ന വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനുള്ളതാണ്. വെറുതെ ഖുർആൻ പറഞ്ഞൊന്നുമല്ല. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രവാചകന്മാർക്ക് വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ അവർ പ്രാർത്ഥിച്ചതാണ് ആ പ്രാർത്ഥന. നിഷേധികളാകുന്ന ആളുകളുടെ വലിയ ഫിത്നകൾക്ക് ഞാനും നിങ്ങളും വിധേയമാകുന്ന നമ്മുടെ തലമുറകൾ വിധേയമാകേണ്ടി വരും എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ വിസ്മരിച്ചു പോകരുത് എന്നാണ് എനിക്ക് സാന്ദർഭികമായി
വീണ്ടും എൻ്റെ സഹോദരിമാരോട് ഉണർത്താനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെയെല്ലാം എളുപ്പമാക്കുമാറാകട്ടെ. സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, ശാന്തിയോടെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊണ്ടും നമ്മുടെ സഹോദരന്മാരാകുന്ന മറ്റുള്ളവരെ നമ്മൾ ചേർത്ത് പിടിച്ചും അവര് നമുക്ക് ഏറ്റവും വലിയ ആദരവ് നൽകുന്ന ഒരവസ്ഥയിലെല്ലാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ആളുകൾക്കുള്ള അധികാരവും അവരുടെ എല്ലാവിധ കുതന്ത്രങ്ങളും അള്ളാഹു തആല എടുത്തു കളയുകയും ആ കുതന്ത്രങ്ങളെ അള്ളാഹു തആല തകർത്ത് കളയുകയും ചെയ്യുമാറാകട്ടെ. ലോകത്ത് മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ഇസ്സത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ ശത്രുവായി കാണുന്ന ഓരോരുത്തരെയും അള്ളാഹു തആല അവന്റെ അങ്ങേയറ്റത്തെ തീരുമാനത്താൽ അതെല്ലാം അവൻ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ അള്ളാഹു തആല പരാജയപ്പെടുത്തി കളയുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വഅലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈക തവക്കൽനാ വഇലൈക നുനീബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات احياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. اللهم ربنا لا تجعل فتنة للذين كفروا واغفر لنا ربنا انك انت العزيز الحكيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويزكيهم ويعلمهم الكتاب. اللهم احينا بالقرآن والسنة وامتنا مع الايمان والتوبة. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك وبفضلك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم. السلام